ഇവനൊരു ചവിട്ടി ചവിട്ടിട്ട് തീർച്ചയായിട്ടും ഒറ്റ കയ്യില് കുത്തിയതാ, കൈ കുത്തിയതാ, ഇവിടുന്ന് അങ്ങ് പൊട്ടി. സംഭവം ഇവൻ ജിംഖാന കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പവറില ആശാ നിക്കുന്നത്. ജസ്റ്റ് ഒരു ടച്ച് കൊടുത്തിട്ടുള്ളൂ. അവിടെ ഒരു കല്ലെന്തോ കിടന്നില്ല, ഒന്നും കിടന്നില്ല. ഞാൻ കിടന്നു പോയി. പിന്നെ എന്റെ കയ്യിൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ. എന്ന് രാത്രി ഞാൻ തലോടി ഇവനെ ഒന്ന് ഓർത്തിട്ടാ കിടക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ എന്റെ സ്ഥലത്ത് അബൂക്കാണ് ഇവനെ കൊന്നേനെ. ഞാൻ ഇല്ലാത്ത ദിവസമായിരുന്നു. ഞാൻ ഉണ്ടെങ്കിൽ അത് അനുവദിക്കൂലായിരുന്നു. ഇത് വീട്ടിൽ അനുവദിക്കില്ല. ഇവന്റെ റൊമാൻസ് കണ്ട് അത് കണ്ട് ഞാൻ ഞെട്ടി. റൊമാൻസേ ഉള്ളൂ. അല്ല, ഇവനെല്ലാം റിയൽ ആക്കി ചെയ്ത് കളയും. അതായത് എന്റെ ഒരു പ്രശ്നം. അത്രയ്ക്ക് അസൂയ ഉണ്ടാക്കുന്ന കാര്യം. നിങ്ങൾക്ക് ഇവരുണ്ടാവും അസൂയ. എനിക്ക് ഫസ്റ്റ് റീല് ഡബ് ചെയ്യുമ്പോ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം സ്ക്രിപ്റ്റ് ഇല്ല, സ്റ്റുഡിയോയില് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടില്ല, പൈലറ്റ് ട്രാക്ക് ഇല്ല. സ്റ്റോറി ബോർഡ് എവിടെ? സ്ക്രിപ്റ്റ് എടുക്കാൻ മറന്നു. എന്തെങ്കിലും കൊടുക്കണ്ടേ? പൈലറ്റും ഇല്ല, സ്ക്രിപ്റ്റും ഇല്ല. ബാക്കി സീനൊക്കെ അവിടെ ഇല്ലല്ലോ. ഈ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലം വിജയിച്ചു, അന്ന് പറ്റി അങ്ങനെ. അതൊരു വലിയ ചോദ്യം. ഓടിയാലും പ്രശ്നം, ഓടിയാലും പ്രശ്നം. അങ്ങനെ കിട്ടുന്ന ഒരു വളയാണ് ഈ വളം. അങ്ങനെയാണ് വള. അങ്ങനെയാണ് വളം. അങ്ങനെ വളഞ്ഞു പോവാ. സാധാരണ വളയല്ല എന്നുള്ളത് ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. കരം വരുന്നുണ്ട്, അതിനകത്ത് പോയി കൈവച്ചോ? ഇല്ല ഇല്ല ഇല്ല. അതെന്താ അതിനകത്ത് കേറ്റാത്ത എന്താ വിനീത്? ഇല്ല, ഒന്നിലും കയറ്റി നമ്മൾ ഓടിച്ചു കൊടുത്തല്ലോ. അല്ല, നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ തിര പോലെ അതൊരു സ്റ്റാൻഡേർഡ് സിനിമയാണ്. അത്ര സ്റ്റാൻഡേർഡ് ഉണ്ടാവും തോന്നില്ല ഇതിന്. പാവപ്പെട്ടവനെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. വള എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, അബു സലീം ചേട്ടൻ, രവീണ രവി. ഹായ് ധ്യാനെ. ഇന്നലെ ബേസിൽ മുഖ്യമന്ത്രിയുടെ പരിപാടി പോയിട്ട് പ്രസംഗിച്ച് മിന്നടിച്ചിട്ടുണ്ട്. ധ്യാനെ കണ്ടില്ല? അല്ല, എനിക്ക് ഇതിന്റെ പ്രൊമോഷനിലുണ്ടും പിന്നെ വേറൊരു ഷൂട്ട് ഇന്നല്ലേ പ്രൊമോഷൻ വിളിച്ചിരുന്നു, പോകാൻ പറ്റിയില്ല. ശരിക്കും എന്താണ് പോകാത്തത്? അല്ല, ശരിക്കും ഷൂട്ടുള്ളതുകൊണ്ടോ പോകത്ത്? സത്യമാണോ? അപ്പൊ ബേസിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഹീറോ ആണ്. ഫേസ്ബുക്കിലൊക്കെ ബേസിൽ പണ്ട് നിയമസഭയുടെ മുമ്പിൽ പോയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. കിട്ടിയില്ല. ഇതൊക്കെ ചുമ്മയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടതാണ്, കമന്റും പറഞ്ഞതാണ്. പക്ഷെ ഇതിന്റെ മുന്നിൽ പറയില്ല എന്നേ ഉള്ളൂ. എന്താണ് വള? പെട്ടെന്ന് ചോദ്യം പ്രതീക്ഷിച്ചില്ല. വള ഈ ടൈറ്റില് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു വള കാരണം ഉണ്ടാവുന്ന ഒരു വള. പണ്ടത്തെ നമ്മുടെ മറ്റേ പൊന്മുട്ടയിടുന്ന താറാവൊക്കെ ഒരു മാലയാണല്ലോ എൻ്റെ ഒരു സെൻട്രൽ ക്യാരക്ടർ. ഇപ്പൊ വളയാണ് ഈ പടത്തിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളയാണ്. വള വള്ളിയാവോ? ഈ വളയോട് അനുബന്ധിച്ചെല്ലാം വള കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ ഒരു ബേസ്. ഇത്ര പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കൂടുതൽ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. ലുക്മാൻ, എനിക്ക് തോന്നുന്നു ലുക്മാനെ പ്രൊമോഷൻ നമ്മൾ പെരുമാനിയിലാണ് അവസാനം കണ്ടത്. പടം ആലപ്പുഴ ജിംഖാന കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്യാരക്ടറായിരുന്നു. നിങ്ങൾക്ക് ആ സ്പോർട്സിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു ഭാവമൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് പടം രസമുള്ള പടമായിരുന്നു. ഇതിലെന്താണ് പരിപാടീസ്? ഭാനുപ്രകാശ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു പോലീസുകാരനാണ്. ഇയാളൊരു ലൈഫിൽ ഉണ്ടാവുന്ന ഈ വള വരുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ വളവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഭാനുപ്രകാശിൻ്റെ ഒരു ട്രാവലാണ് സിനിമയുടെ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ സെയിം ടൈം തന്നെ ഇപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ ആണെങ്കിലും വിജയരാഘവൻ ചേട്ടൻ്റെ ആണെങ്കിലും എല്ലാവരും ഈ വളയാണ് സെൻട്രൽ പരിപാടി, വളയാണ് നായകൻ. അപ്പൊ അതിനെ ചുറ്റുപറ്റി ഉണ്ടാവുന്ന ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ഭാനുപ്രകാശ്. ചേട്ടാ, എനിക്ക് തോന്നുന്നു അന്വേഷണത്തിന്റെ തുടക്കത്തിലാണ് ഞാൻ അവസാനം കണ്ട സിനിമ അതാണ് തോന്നുന്നത് ചേട്ടൻ്റെ പടങ്ങളിൽ. ഇതിൽ എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്? ഇതിൽ പലരും ഉണ്ട്. ഇപ്പൊ ധ്യാൻ ഉണ്ട്. അപ്പൊ നമുക്കിത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് കൈൻഡ് ഓഫ് സിനിമ ആയിരിക്കും എന്നുള്ളത്. വളരെ ചുറ്റിപ്പറ്റിയല്ലേ ലുക്മാൻ എന്ന ക്യാരക്ടറിന്റെ ഭാഗത്ത് ചുറ്റിപ്പറ്റിയിട്ടാണ് എൻ്റെ ക്യാരക്ടർ. ഓ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വില്ലനൊന്നുമല്ല, എന്നാൽ ഒരു ഫാമിലി മാനാണ്. ബാക്കി കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ് ഞാൻ കഥ പറഞ്ഞു. കാരണം ലുക്മാനായിട്ടുള്ള അടുപ്പം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോലീസുകാരനാണ്. പോലീസുകാരൻ എനിക്ക് ഒരു സെക്യൂരിറ്റി തരുന്ന കോർട്ട് ഓർഡർ പ്രകാരം സെക്യൂരിറ്റി ആയിട്ട് വരികയാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം കുറച്ചുണ്ട്. അതിലുള്ള കാര്യങ്ങളൊക്കെ അതാണ് സബ്ജക്റ്റ്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളൊക്കെ വേറെയാണ്. ഇവര് കുറെ ഷൂട്ട് ചെയ്ത് അതൊന്നും ഇല്ല പടത്തിൽ. ഇവരുടെ ജീവിതം ഉണ്ട്, കുറെ എടുത്തു പോയി ജീവിതം. പക്ഷെ പുള്ളി അവരൊക്കെ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. സീരിയസ്ലി കോമ്പിനേഷൻ സീന് വന്ന ദിവസം തന്നെ ധ്യാനം മറക്കാൻ പറ്റൂല. അതെന്തായിരുന്നു?
ഞാൻ അബൂക്കയിൽ നിന്ന് ചവിട്ടി വാങ്ങിച്ചിട്ട് തെറിച്ചു പോകുന്ന പ്രതീക്ഷിച്ചേ, പക്ഷെ ചവിട്ടിയത് ഇവനായി പോയി. ഒരു കാര്യമില്ലാണ്ട് അറിയില്ലല്ലേ. ഇല്ലില്ല. എന്റെ കയ്യിൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ. എന്ന് രാത്രി ഞാൻ തലോടി ഇവനെ ഒന്ന് ഓർത്തിട്ടേ കിടക്കാറുള്ളൂ. എനിക്കൊരു മെസ്സേജ് സംഭവം ഇവൻ ജിംഖാന കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അതിന്റെ പിറ്റേ ദിവസം ഇവന് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പവറില ആശാ നിക്കുന്നത്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, നീ ഒന്ന് അടിച്ചു നോക്ക്, ഒന്ന് ചവിട്ടി നോക്ക്. ഇവൻ ജസ്റ്റ് ഫൈറ്റ് ആയിരുന്നു. ഫൈറ്റിനിടയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അല്ലേ, കാണൊന്നുമില്ല. ശരിക്കും ആ ഷോട്ട് അങ്ങനെ അല്ലായിരുന്നു. ശരിക്കും ഡയറക്ടറിനോട് ഒന്ന് പറഞ്ഞു, ഷോട്ട് തെറ്റിച്ച് വെച്ചതാണ്. ഡയറക്ടറിനോട് പറഞ്ഞു, ലുക്കു ഇപ്പൊ ചോട്ടി പോലെ ചോട്ടിട്ട് കാര്യമില്ല, ടച്ച് കറക്റ്റ് കിട്ടണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ടച്ച് കൊടുത്തിട്ടുള്ളൂ. അവിടെ എന്തോ കിടന്നില്ല, ഒന്നും കിടന്നില്ല. ഞാൻ കിടന്നു പോയി. പിന്നെ ഒരു ചവിട്ടി ചവിട്ടിട്ട് തീർച്ചു പോയിട്ട് ഒറ്റ കൈ കുത്തിയതാ. ഇവിടുന്ന് അങ്ങ് പൊട്ടി. രാജേട്ടനോട് പറഞ്ഞത്, ലുക്കു എനിക്ക് ഇന്നൊരു സ്ഥലം വരെ ഒരു ഷൂട്ടുണ്ട്, വരക്ക് ഇവിടുന്ന് എങ്ങനെയും പോകും, നിനക്ക് എന്ത് ചെയ്തുതരാൻ പറ്റും ചോദിച്ചു. അവർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു അരമണിക്കൂർ വേറൊരു സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂറൊക്കെയാണ് ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇതെങ്ങനെ അരമണിക്കൂർ സിനിമയ്ക്ക് കൊടുക്കുന്നത്? സിനിമല്ല, പരസ്യമായിരുന്നു. അതിനകത്ത് ഈ പടത്തിനകത്ത് ഹാഫ് സ്ലീവ് ആയിരുന്നു. അപ്പൊ ഇതിൽ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂറ്റി പോകും, പിന്നെ ഷർട്ട് ഇടാൻ പറ്റില്ല. മറ്റേ ഫുൾ സ്ലീവ് ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, അത് പരസ്യം ചെയ്യാൻ പറ്റി. ആക്ച്വലി ഞാൻ അത് കൈ പൊട്ടിയിട്ട് എനിക്ക് ആകെ ടെൻഷനായി പോയി. രാജേട്ടൻ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ആയിട്ടാണ് ഞാൻ അപ്പൊ റൂമിൽ വന്നിട്ട് പറഞ്ഞ റൂമിൽ കാണാം. കൈ ഒടിഞ്ഞ് ഞാൻ ഇവൻ ചുറ്റും നോക്കി, ഇവനെ കാണാനില്ല. നോക്കി നേരത്തെ ആംബുലൻസിൽ കയറി. അങ്ങനെ റൂമിൽ ഞാൻ ചെന്നു. റൂമിൽ വന്നിട്ട് പറയണല്ലോ, എന്താ മോശമായി, ഭയങ്കര വിഷമായി പോയി, കൈ പൊട്ടിയല്ലോ, സംഭവം എന്റെ തെറ്റല്ലെങ്കിലും. അങ്ങനെ ഞാൻ പറയട്ടെ, ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ബ്രോ സോറി, അറിയാതെ അപ്പത്തെ ഒരു അറിയില്ല എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവനോട് പറയണേ, ഒരു പ്രശ്നമില്ല, സന്തോഷമുള്ളൂ. ഇങ്ങനെ ഒരു മനുഷ്യൻ അത് ഞാൻ പറഞ്ഞേ. പ്രൊഡ്യൂസർ ഇരിപ്പുണ്ട് കേട്ടോ. അല്ല, അത് അവനൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇടക്ക് വാരഫലമൊക്കെ നോക്കുന്ന. അപ്പൊ ആ മാസം ഒന്നും കിട്ടാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. കറക്റ്റ് ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടി, സന്തോഷമായി, തീർന്നു. ഇനി വേറെ വിഷയങ്ങൾ ഉണ്ടാവില്ല. രവീണ ശരിക്കും ശ്രീചേച്ചിയുടെ മോളാണെന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാവുന്നുള്ള രവീണ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഈ അഭിനയത്തിൽ നമ്മൾ മലയാളത്തിൽ 1-2 എണ്ണത്തിൽ ചെയ്തിട്ടുണ്ട്. ആസാദി ഇപ്പോൾ ലാസ്റ്റ് റിലീസ്. നയൻതാരയ്ക്ക് വേണ്ടി ഡബ് ചെയ്ത കാര്യം പറയുമ്പോഴാണ് അമ്മയും മകളും നയൻതാരയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഓർക്കുക. ലവ് ആക്ഷൻ ഡ്രാമയിൽ നയൻതാരയ്ക്ക് വേണ്ടി ഡബ് ചെയ്തില്ലേ? ഇതിലെന്താണ് സംഭവം? വള തന്നെയാണ് മെയിൻ. കഥ എത്രത്തോളം പറയാന്ന് അറിയില്ല. സോ നോക്കുകയാണ്, ഒന്നും സിനിമ ഇറങ്ങിയിട്ട് നീ കണ്ടാലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ധ്യാന്റെ പേരായിട്ടാണ് ഭാര്യയായിട്ടാണ്. അപ്പൊ വിഷയമില്ല, മാന്യമായിട്ടായിരിക്കും സമീപിക്കുക. ഒരർത്ഥമില്ല, വീണയുടെ ലെവലിലേക്ക് തരം. ഈ വീണ അടുത്തിരിക്കണോണ്ടോ? ഈ വീണ അടുത്ത് ഇവിടുന്ന് എണീറ്റ് പോകാൻ പറയും. അതുകൊണ്ടാണ് ലോക്കൽ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും ധ്യാന, ഈ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലം വിജയിച്ചു, എന്ത് പറ്റി അങ്ങനെ? അതൊരു വലിയ ചോദ്യം. ഓടിയാലും പ്രശ്നം, ഓടിയാലും ഇപ്പൊ ഭയങ്കര പ്രശ്നം. ഓടിയെല്ലാരും അത്ഭുതം. പക്ഷെ അത് സംഭവിച്ചു. അല്ല, അത് അവർക്കത് വിജയിപ്പിക്കാൻ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭാഗമായി എന്നുള്ളതാണ്. കാരണം എന്നെ സോഫി ചേച്ചി വിളിക്കുന്നത് വേറൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ യൂണിവേഴ്സിൽ ഇങ്ങനെ ഒരു സിനിമ ആലോചിക്കുന്നുണ്ടെന്ന്, അതിന്റെ തുടക്കം ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നും പറഞ്ഞാൽ എന്നോട് ജസ്റ്റ് ഒരു കഥ പറഞ്ഞു. കഥ പറഞ്ഞോ? ശരിക്കും കേട്ടോ? ചേച്ചി അന്ന് പറഞ്ഞൊരു ഐഡിയ അത് മതി. പിന്നെ പുതിയ പിള്ളേരായിരുന്നു അവര് ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഒന്ന് കേട്ടേ പറ്റും, നിർബന്ധിച്ച് പിടിച്ചിരുത്തി അത് ഏൽപ്പിച്ചു. അപ്പൊ അത് തരക്കേടില്ലാതെ അത്യാവശ്യം നന്നായി പോയി. അതിന്റെ ഉള്ളിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു നല്ല രസമുള്ളൊരു ടെമ്പോ ഉണ്ടായിരുന്നു ആ പടത്തിന്. നമ്മൾ ക്യൂരിയസ് ആയിരുന്നു, എന്താണ് അടുത്തത് എന്നുള്ളൊരു സാധനം. വലിയ ഭയങ്കര ട്വിസ്റ്റും സംഭവമൊന്നും ഇല്ലെങ്കിലും ആ ഒരു സാധനം ഇല്ല, അതിങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യൻ അങ്ങനെയുള്ള സെലക്ഷൻസ് നടത്തുന്നുണ്ട്. അത് സെലക്ട് ചെയ്തല്ല, ഇതൊക്കെ ഇത് സിനിമ ആയിക്കോട്ടെ, നമ്മള് ഇതുപോലെ ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരിലും നമ്മളെ സെലക്ട് ചെയ്യുന്നു, നമ്മളതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല. ഇത് ശരിക്കും എത്ര ദിവസമാണ് ധ്യാൻ ഉണ്ടായിരുന്ന ഷൂട്ട്?
ഇതെനിക്ക് 15 ദിവസം ഉണ്ടായിരുന്നു, പക്ഷെ 25 ദിവസത്തിൽ തീർന്നല്ലേ. അല്ല ആക്ച്വലി ധ്യാൻ എത്ര ദിവസമാണ് കൊടുക്കുക? അല്ല ധ്യാൻ ശരിക്കും സിനിമയ്ക്ക് കൊടുക്കുന്നത് 2 ദിവസം 3 ദിവസം ഒക്കെയാണ് സാധാരണ ഡിവൈഡ് ചെയ്ത് ഡേറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് കുറച്ചധികം കുറച്ചധികം ഉണ്ടായിരുന്നു. തല്ലൊക്കെ വാങ്ങിക്കാനുണ്ട്. നല്ല അടി കിട്ടി 2 മാസം ഈ ഇടിപ്പടങ്ങൾ കുറേ സാധനം കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. അല്ല പക്ഷെ ഇതൊരു ഇടിപ്പടം അല്ല, ഒറ്റൊരു ഇതിലേ ഉള്ളൂ. പക്ഷേ ആ അഞ്ചക്കള്ളക്കൊക്കാൻ എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് പറഞ്ഞാലും അതിന്റെ ഒരു രസം എന്ന് പറയുന്നത് എന്ത് ഫീലായിരുന്നറിയോ? അത് കാണുമ്പോ ശരിക്കും അടിക്കും, അതാ ഭയങ്കര ഫീല്. അതുകൊണ്ടാണ് ഇത്ര പഞ്ച് കിട്ടണേ. പഞ്ച് കിട്ടും. സത്യം പറഞ്ഞാൽ എന്റെ സ്ഥാനത്ത് അബൂക്കാണ് നിന്നെ കൊന്നേ. കട്ട് പറഞ്ഞത് പിന്നെ അടുത്ത അടിയായ. ശരിക്കും നിങ്ങളുടെ ഒരു സിനിമ കരിയർ ഭയങ്കര രസമുള്ള ഒരു കരിയറുണ്ട്. അതിനകത്ത് ഇപ്പോൾ തല്ലുമാലയിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ലുക്മാന് കിട്ടുന്നൊരു പവർ ഉണ്ടല്ലോ. അങ്ങനത്തെ തരത്തിലുള്ള പ്രൊജക്റ്റുകൾ അടുത്ത് ഒക്കെ വരുമായിരിക്കും അല്ലേ? ഇങ്ങനെ കുറച്ചുകൂടെ ഒരു മറ്റേ ഒരു തല്ലിന്റെ ലെവലിലുള്ള. ഇപ്പൊ കുറച്ച് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി ചെയ്തോണ്ടിരിക്കുന്ന ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞ ഇവിടെ അത് 24 മണിക്കൂർ റെഡിയാ. പക്ഷെ കുറച്ച് മാസ് പരിപാടിയാണ്. എല്ലാരും ഉണ്ട്, തോന്നുന്നു ആസിക്കാണ് ജയിലില്ല. കേസ് കൊടുത്തിട്ടുണ്ടോ? കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോ ഡയറക്ടറെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അപ്പൊ അതാണ് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗോവിന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വളയുടെ ഒരു ഫീല് ടോട്ടലി മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ മനസ്സിനകത്തൊരു ചെറിയ സങ്കടമൊക്കെ നിലനിൽക്കുമെങ്കിലും വളയുടെ ഒരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാ അത്? എന്താ ഈ വള ഫീൽ ചെയ്തേക്കണേ? അല്ല, നമുക്ക് മ്യൂസിക് കേൾക്കാത്തോണ്ട് നമുക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളെ പടം പിന്നെ മ്യൂസിക് ഒന്നും ഇവര് നമ്മളെ കേൾപ്പിക്കൂലല്ലോ. നമ്മളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പിന്നെ പുറമ്പോക്കാണല്ലോ, പിന്നെ പ്രൊമോഷനാണ്. അതുകൊണ്ട് അത് കണ്ടിട്ട് വേണം. പ്രൊമോഷൻ എന്റെ കയ്യിലാണ് ഇരിക്കണേ. എന്റെ കയ്യിൽ ഞാൻ പ്രൊമോഷൻ രാജാവാണ്. അതായത് ഇന്നലെ ഇന്റർവ്യൂലൊക്കെ അണ്ണ ഇപ്പൊ വരും അണ്ണ നാളെ വരും. ഞങ്ങള് തന്നെ പെട്ടി കിടക്കെടുത്ത് പോവാൻ തുടങ്ങിയത്. അപ്പൊ ധ്യാൻ വരുന്നു എന്ന് പറഞ്ഞു. എന്നാ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. കമ്പനി പൂട്ടിയാ. പ്രൊമോഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ശരിക്കും ഫസ്റ്റ് പടം ധ്യാനുമായിട്ടിരിക്കുന്നത് ഉടലിന് മുമ്പ് സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു പ്രൊമോഷന്റെ ഒരു ലെവൽ തുടങ്ങുന്നത് അവിടെ മുതലാണ്. അന്ന് 1-2 ചാനലിൽ ശ്രദ്ധിക്കപ്പെടുന്നു. നമ്മൾ ബിഹൈൻഡ് വുഡ്സിലാണ് നമ്മൾ എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉടലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ധ്യാൻ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് പ്രൊമോഷന്റെ കാര്യത്തിൽ മാറുന്നത്. അത് കഴിഞ്ഞൊരു കുറേ കാലം പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഇങ്ങനെ കൊണ്ടുപോയെങ്കിലും ഈ അടുത്ത് പേളിയുമായിട്ടുള്ളൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് വേറൊരു ധ്യാനം ഉണ്ടായിരുന്നു. അത് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സത്യം പറഞ്ഞ ധ്യാനാണ് ആ ഇന്റർവ്യൂ. പക്ഷേ നമുക്ക് തോന്നും സ്വാഭാവികമായി വന്നതാണ്. അത് പ്രീ പ്ലാൻഡ് ആയിട്ട് ധ്യാന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആശയത്തെ അവിടെ കൊണ്ടുപോയി പറഞ്ഞതാണ് അല്ലേ? അങ്ങനെയല്ല, ഞാനത് ഒന്ന് സിംഗിൾ ഇന്റർവ്യൂസ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അപ്പൊ കലാപം ഉണ്ടാവും. വീണയൊക്കെ പിന്നെ ബഹിഷ്കരിക്കും നമ്മളെ. അതുകൊണ്ട് തന്നെ ഞാനപ്പം അത് സോഫി ചേച്ചിയും നമ്മൾ രണ്ടുപേരും കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ ഇന്റർവ്യൂ ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പൊ എനിക്ക് ആക്ച്വലി ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ പേളിയാണല്ലോ, പേളിനെ പിന്നെ അറിയാം. പക്ഷെ അവിടെ പോയപ്പോഴാണ് പിന്നെ ലാസ്റ്റ് മിനിറ്റ് പിന്നെ ചേച്ചി ഉണ്ടാവില്ല എന്ന് പറയുന്നതും പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നു. അപ്പൊ പിന്നെ പേളിയുടെ ഒരു പരിപാടിയിലോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വഴിക്ക് കുത്തിക്കയറ്റി. ആ സമയത്ത് ഞാൻ ആലോചിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിലിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ടായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ കാണുന്നതും വായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രം. പക്ഷെ ഓരോ ടൈമിൽ ധ്യാന്റെ ഇന്റർവ്യൂവിന് ചിലപ്പോൾ ഒരു താഴം പോവും എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഈ കണ്ടന്റ് ക്രിയേഷൻ ശരിക്കും പ്രൊമോഷന്റെ ഭാഗമാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ ഇത് സിനിമയുടെ ഭാഗമാണ്. നമ്മുടെ ഇന്റർവ്യൂ പോലും അല്ല, അത് അങ്ങനെ ഞാൻ അങ്ങനെ ചിന്ത. സിനിമ നന്നായാലും മാത്രമല്ല, എന്ത് കണ്ടന്റ് ഉണ്ടാക്കിയാലും അൾട്ടിമേറ്റ്ലി സിനിമ നന്നായില്ലെങ്കിൽ ആളുകൾ കയറില്ല. ഇല്ല. പിന്നെ അങ്ങനെ ചില സിനിമകൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, ഒരു പുഷ്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം പ്രിൻസിന് ഒരു പരിധി വരെ, പ്രിൻസ് ആൻഡ് ഫാമിലി ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് നമ്മൾ ആ സെലിബ്രേഷനും ആ പരിപാടിയൊക്കെ വെച്ച് അതിന്റെ നെക്സ്റ്റ് വീക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ ലിസ്റ്റിൽ എന്നോട് പറഞ്ഞ ആ വീക്കാണ് ഏറ്റവും കൂടുതൽ ഷെയർ വന്നത് ഫസ്റ്റ് വീക്കിനേക്കാൾ. ചില രീതിയിൽ പ്രൊമോഷൻ ഒരു പരിധി വരെ പടം ആൾക്കാരിലേക്ക് അറിയിക്കാനാണല്ലോ ഇന്ന്. കാരണം ഒരാഴ്ച തന്നെ എനിക്ക് തോന്നുന്നു മെയ് ആ സമ്മർ സീസൺ കഴിഞ്ഞതിന് ശേഷം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണെങ്കിലും 10-40 സിനിമ ഇറങ്ങി. പക്ഷെ പല സിനിമകളും അറിയാതെ പോയി. നല്ലതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള സിനിമകൾ പലതും ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല സിനിമകൾ. അപ്പം ഇത് നമുക്ക് ഇന്ന് ഈ മീഡിയം മാത്രമേ ഉള്ളൂ ആൾക്കാരെ
സിനിമയെക്കുറിച്ച് സംസാരിക്കാനും സിനിമ എന്താണെന്ന് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് അറിയിക്കാൻ ഈ ഒരു ഇത്തരം പ്ലാറ്റ്ഫോമുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതല്ലേ ഉള്ളൂ. പക്ഷേ ചില സമയം ഇപ്പോൾ ധ്യാൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ധ്യാൻ വളരെ ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പോലും ചില സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സമയത്ത് ഓരോ ഹൈപ്പ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ധ്യാൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിലിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അത് ഒരു ആർട്ടിസ്റ്റിനപ്പുറത്തേക്ക് ധ്യാൻ ഒരു വിലയുണ്ട്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിപരമായി ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളല്ല, നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ മാത്രമേ ഇത് ചർച്ച ചെയ്തിട്ടുള്ളൂ. വീണൊന്നും എന്നെ കൊടുത്തിട്ടൊന്നും ചോദിക്കാതെ പോയായിരുന്നു. വേറെ അല്ല, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച് മനോരമയില് ഡിനു ആയിട്ട് അത് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് വന്നപ്പോഴും അല്ലാതെ നമ്മളിതുവരെ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ, കാരണം അതിനുശേഷം ഇതിന്റെ ഈ അബ്യൂസിനെതിരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പരിപാടിക്ക് വിളിച്ചു. അവർ തന്നെ വിളിച്ചു, പക്ഷെ അല്ലെങ്കിൽ പല ചാനലിൽ നിന്ന് വിളിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ഒരു തവണ സംസാരിച്ചാൽ പിന്നെ അതിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാനൊന്നുമില്ല. വേണമെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി വീണ്ടും സംസാരിച്ച് ഒറ്റ തവണയേ ഉള്ളൂ. പക്ഷെ അല്ല, അതാത് സമയത്ത് ഇതേപോലെ ഇപ്പൊ പേളിയുടെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞതുപോലെ ഓരോ സമയത്ത് ഓരോ കണ്ടന്റ് ധ്യാന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കണ്ടന്റിന് അപ്പുറം ഇതിനൊക്കെ ഒരു റെലവൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അന്ന് ആ സമയത്ത് ആ കാര്യം പറയണമെന്ന് തോന്നി. അതെ, ഇന്നും റെലവെന്റ് ആണല്ലോ. ഇപ്പൊ നമ്മൾ പേപ്പർ വായി തുറന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ പറയുന്ന ഡ്രഗ് അബ്യൂസും അല്ലെങ്കിൽ അത് പിടിച്ചു ഇവിടെ പിടിച്ചു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഈ സിനിമയ്ക്ക് ആ രീതിയിൽ റെലവെന്റ് ആണ്. ഒരു ഇതിൽ പറയുന്ന സബ്ജക്റ്റിനകത്ത് കുറെ ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഇവിടുത്തെ ബേസിക് ഡൗറി സിസ്റ്റം തൊട്ടിട്ട് നമുക്ക് എടുത്ത് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അല്ലേ, ഈ വള വെറുതെ വരില്ലല്ലോ. വള ഒരു കല്യാണം കഴിക്കുമ്പോൾ ഇതുപോലെ സ്ത്രീധനമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണല്ലോ ഇങ്ങനെ അങ്ങനെ കിട്ടുന്നതാണല്ലോ. അങ്ങനെ കിട്ടുന്ന ഒരു വളയാണ് ഈ വളം. ഓക്കെ, അങ്ങനെയാണ് വള. സാധാരണ വളയല്ല എന്നുള്ള ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് ഇതിന് അണ്ടർലൈൻ ആയിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്ലസ് ഈ പറഞ്ഞ ജലസി, മനുഷ്യന്മാർക്കിടയിലെ ഈഗോ, ഇതൊക്കെ ഇതിനകത്ത് നമ്മൾ എന്താ പറയണ്ടേ, ഇതിനൊന്ന് ഡൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. രണ്ട് ആൾക്കാർക്കിടയിലുള്ള എനിക്കും ഇവനും ഇടയിലുള്ള റിഫ്റ്റ് ഒക്കെ ഈ പറഞ്ഞ പോലത്തെ പ്യുവർ ഈഗോയിൽ നിന്നുണ്ടാവുന്നതാണ് ഒരു പരിധി ഒരു പോയിന്റിന് ശേഷം. അപ്പോൾ അത്തരം ഹ്യൂമൻ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയും കൂടെ. പ്രൊവൈഡഡ് നമ്മളൊരു ചെറിയൊരു സാധനം, ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടാവുന്ന ഒരു കഥയ്ക്കപ്പുറം ഇപ്പം പൊന്മുട്ടയിടുന്ന താറാവിൽ ഇതൊക്കെ ഉണ്ട്, നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ. അപ്പം അത് അക്കരെ എടുത്ത് നോക്കുമ്പോൾ ഒരു കിരീടത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അതിനകത്തും രസങ്ങളുണ്ട്, തമാശകളുണ്ട് ഇതിനൊപ്പം. പക്ഷെ ഇതൊരു സീരിയസ് നോട്ട് നമ്മൾ പറഞ്ഞു പോകുന്നൊരു ഒരു എന്താ പറയണ്ടേ. പക്ഷെ അതോടൊപ്പം തന്നെ കുറെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യത്വം, ഇതൊക്കെ ഇത്തരം ഇമോഷൻസ് ഒക്കെ തന്നെ ഈ സിനിമയിൽ നമുക്കിങ്ങനെ കാണാം. ഇതൊക്കെ തന്നെയാണോ ശരിക്കും പടത്തിനകത്ത് ഉള്ളത്? അതെ, പസിലിന് പഠിക്കണം. ഈ ഡബിങ് എന്ന് പറയുന്നത് ഇമോഷൻസ് വെച്ചിട്ടുള്ള ഭയങ്കര പരിപാടിയാണ്. ചിലതൊക്കെ ഇപ്പോൾ നമ്മൾ തിലകൻ ചേട്ടനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അസാധ്യമായിട്ട് വോയിസ് മോഡുലേറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരാണ്. ഇത് നമ്മുടെ മുമ്പിൽ അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഇത് വിചാരിക്കുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് പലർക്കും. ആർട്ടിസ്റ്റുകൾക്ക് തന്നെ പലപ്പോഴും അത്രയും അവരുടെ അഭിനയത്തെ എൻഹാൻസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ശരിക്കും അമ്മയുണ്ട് പറഞ്ഞു തരാൻ, പക്ഷേ എങ്കിലും നമ്മൾ പല കാര്യങ്ങളും പുതുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മുടെ വോയിസിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഈ ഒബ്സർവേഷൻസ് ഒക്കെ കൂടിയിട്ടായിരിക്കും നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ സമീപിക്കുക. എങ്കിലും ആ ഡബ്ബിങ്ങിന് തൊട്ട് മുമ്പ് ഇതൊരു സാങ്കേതികത്വം കൂടെയാണ്. കറക്റ്റ് ലിപ്സിങ്ക് ചെയ്ത് കറക്റ്റ് മീറ്റർ പിടിച്ച് പോകാന്ന് പറയുന്നത് ഭയങ്കര പരിപാടിയാണ്. സാങ്കേതികത്തിനപ്പുറത്തേക്ക് അതിനകത്ത് നമ്മൾ ഒരു പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കൊരു സാധനം വരുന്നത്. എപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസോടുകൂടി ഇത്, ഇല്ലെങ്കിൽ ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് അറിഞ്ഞോളൂ പുതിയ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഞാൻ ഒരു 176 ഫിലിംസോളം ചെയ്ത് കഴിഞ്ഞു. അല്ല, ഞാൻ എഴുതി വെക്കാറുണ്ട്. അമ്മ പഠിപ്പിച്ചു തന്നതാ. കാരണം അമ്മയ്ക്ക് കൗണ്ട് ഇല്ല. അമ്മ 2000 ഫിലിംസോളം ചെയ്തു, പക്ഷെ കൗണ്ട് ഇല്ല അമ്മയ്ക്ക്. സോ അതുപോലെ ഒരു 90-something ഹീറോയിൻസിനെ ഡബ് ചെയ്തു, ഇൻക്ലൂഡിങ് ഒരു ഡോഗിന് വേണ്ടി ഡബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓരോ സിനിമയും ഡെഫിനറ്റ്ലി ഓരോ പോലെ, ഓരോ ഡയറക്ടേഴ്സിൻ്റെ അപ്രോച്ചും, പിന്നെ ഓരോ ഹീറോയിൻസ് ചിലപ്പോൾ അവർക്ക് വേറെ മദർ ടങ് ആയിരിക്കും, ലൈക്ക് വേറെ ലാംഗ്വേജ് ആയിരിക്കും. സോ ഓരോ സിനിമയ്ക്കും എനിക്ക് കോൺഫിഡൻസ് അല്ല ലൈക്ക് ഒരു പുതിയ അപ്രോച്ച് എന്തായാലും വരുത്തണം. കാരണം
കമ്പാരിസൺ ഉണ്ടാവാൻ പാടില്ല. പ്രീവിയസ് ഫിലിമോ അല്ലെ പ്രീവിയസ് ഹീറോയിനെ പോലെ അതേപോലെ ഉണ്ടെന്ന ഒരു കമ്പാരിസൺ പാടില്ല. ആൻഡ് ജനറലി കഥ കേൾക്കുമ്പോൾ ഡയറക്ടർ ബ്രീഫ് ചെയ്യല്ലോ, ആദ്യം തന്നെ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ബ്രീഫ് ഉണ്ടാവും ക്യാരക്ടറിനെ പറ്റിയും സിനിമേനെ പറ്റിയും. എന്ത് ടോണാ ഇല്ല അല്ല അസോസിയേറ്റ് ആയിരുന്നു ഉണ്ടായത്. കറക്ഷൻസിന് മാത്രം ഒറ്റൊരു ദിവസം കറക്ഷൻസിന് വന്നത് ദിനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മൊത്തത്തിലൊന്നും അറിയാം. അപ്പോൾ ഒരു ടോൺ നമ്മൾ സെറ്റ് ചെയ്യും, മെന്റലി നമ്മൾ സീൻസ് കാണുമ്പോൾ ഒരു ടോൺ സെറ്റ് ചെയ്യും. പിന്നെ എത്രത്തോളം ഒരു ബേസ് പിടിക്കുക, അല്ലെങ്കിൽ ആങ്കർ ഉണ്ടെങ്കിലും അല്ല ഒരു ലവ് ഉണ്ടെങ്കിലും ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആണോ, അല്ല ഭയങ്കര തമിഴിൽ പറയും ലൂസ് ഹീറോയിൻ ആണോ, അങ്ങനെയൊക്കെ ക്യാരക്ടറൈസേഷൻസ് ഉണ്ടാവും. സോ നമ്മൾ സീൻ ബൈ സീൻ കാണുമ്പോൾ അതങ്ങനെ ഇറ്റ് ഗോസ് വിത്ത് ദ ഫ്ലോ. അല്ലാതെ മെന്റലി വേറെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ആക്ച്വലി ഓൺ ദ ഗോ. അത് നമ്മളിപ്പോൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ വേറൊരു സാധനമാണ്. അപ്പോൾ ചിലപ്പോൾ ഡബിങ്ങിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ കൂട്ടേണ്ടി വരിക. അപ്പം ഇത് രണ്ടും രണ്ട് ജോലിയാണ്. ഇവിടെ ഒന്ന് കൂട്ടി പറയുമ്പോൾ കുറച്ച് പറയാൻ പറയോ വോയിസ് മോഡുലേഷൻ ഉണ്ട്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ ഹീറോയിൻസിനെ ഡബ് ചെയ്യുമ്പോൾ സംടൈംസ് അവർ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും. ആവശ്യമില്ലാത്ത സ്ഥലത്ത് അവർ ചിലപ്പം ചില വേർഡ്സ് ഫില്ല് ചെയ്ത് വിടും, അവർക്ക് മനസ്സിലാവാതെ റിയാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. There was a particular film where അവർ ABCD മാത്രം പറഞ്ഞ് ഫില്ല് ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് എ വെരി ബിഗ് മൂവി ആക്ച്വലി. മമ്മൂക്കയായിരുന്നു ഹീറോ അതിൽ. അപ്പോൾ അതൊക്കെ ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. എങ്ങനെ നോക്കിയാലും സിങ്ക് എന്തായാലും ഇഷ്യൂ ഉണ്ടാവുമല്ലോ. അവരാണെങ്കിൽ ഓവർ എക്സ്പ്രസീവ് ആയിട്ടുമാണ് അഭിനയിച്ചത്. അപ്പോൾ അതൊക്കെ കുറച്ച് സട്ടിലാക്കി നമ്മൾ സംടൈംസ് കണ്ണുകൂട്ടി ചിലപ്പം ഫില്ല് ചെയ്യേണ്ടി വരും. കാരണം അത് കാണുമ്പോൾ നമ്മൾ അതുപോലെ ആയിപ്പോവും. രണ്ടും ഉണ്ട്, പ്ലസും മൈനസും ഉണ്ട്. ഈ ധ്യാനൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന മിസ്റ്റേക്ക് ഒക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് വേണ്ടി ഡബ് ചെയ്യാറില്ല. എനിക്ക് ഫസ്റ്റ് റീല് ഡബ് ചെയ്യുമ്പോ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം സ്ക്രിപ്റ്റ് ഇല്ല, സ്റ്റുഡിയോയില് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടില്ല, പൈലറ്റ് ട്രാക്ക് ഇല്ല. ഞാൻ ചോദിച്ചു ഇതെന്താ പൈലറ്റ് ട്രാക്കും ഇല്ല, ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഓർമ്മയില്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു. അസോസിയേറ്റ്സ് ഒന്നും ശരിയല്ല. പണ്ടത്തെ ഇന്നത്തെ ഡബിങ് ഭയങ്കര എളുപ്പമാണ്. ബുക്കിനോട് ചോദിക്കും. പണ്ടത്തെ ഡബിങ് കറക്റ്റ് നമ്മുടെ മാർക്ക് പിടിച്ചിട്ട് നമ്മൾ ഡബ് ചെയ്യണം. ഇന്ന് ചുമ്മാ ഡബ് ചെയ്ത് പോവാ അല്ലേ? കറക്റ്റ് അല്ലേ? അയ്യോ പണ്ട് കോമ്പിനേഷനും കൂടി ആയിരുന്നല്ലോ. ഒരു സീൻ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഡബ് ചെയ്യേണ്ടി വരും. ഇത് പുക എന്നത്തെ ഡബിങ് ആക്ച്വലി എന്നാലും എന്തെങ്കിലും വേണ്ടേ, പൈലറ്റും ഇല്ല സ്ക്രിപ്റ്റും ഇല്ല. ബാക്കി സീനൊക്കെ അവിടെ ഉണ്ടല്ലോ. ഇത് വേറെ സംഭവം അറിയാമോ? ഇവർ രണ്ടുപേരും ശ്രീജേച്ചിന്റെ രവീണിന്റെ പ്രശ്നം അറിയാമോ? ഇവർ രണ്ടുപേരും ഇവർക്ക് ഡബ് ചെയ്യുമ്പോൾ ചേരൂല സൗണ്ട്. ഇവർക്ക് വേറെ ആൾക്കാർ ഡബ് ചെയ്താലേ ഓക്കെ ആവുള്ളൂ. അമ്മ അഭിനയിച്ച സിനിമ ഏതൊക്കെ ഉണ്ടായിരുന്നു, അതില് റിവ്യൂസിൽ ആക്ച്വലി റിവ്യൂവേഴ്സ് തന്നെ പറഞ്ഞു ഇങ്ങനെ കാവ്യ മാധവനെ ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് എന്തിനാ ഈ പ്രായമുള്ള ആൾക്കാർ അവരുടെ വോയിസ് തന്നെയാന്ന് പോലെ അറിയില്ല. അത് കുറെ പേർക്ക് ചേച്ചിയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഡബ് ചെയ്യുമല്ലോ. അത് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ആ പരിപാടിക്കില്ല. ശ്രീജിത്തിന്റെ ശബ്ദം ഇപ്പോഴും ഒരു 25-28 വയസ്സ് കുട്ടിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ ശ്രീജിക്ക് ഡബ് ചെയ്യുമ്പോ മദർ ക്യാരക്ടേഴ്സിനൊട്ടും ഡബ് ചെയ്യാനും പറ്റില്ല അമ്മയ്ക്ക്, ചേരിയില്ല. അതെ ചേരില്ല. കരം വരുന്നുണ്ട്, അതിനകത്ത് പോയി കൈവച്ചോ? ഇല്ല കൈവച്ചില്ല. അതുകൊണ്ട് ഈ ഏരിയയിലല്ല ഷൂട്ടിങ്, വേറെ ഇത് കഴിഞ്ഞ് അടുത്ത ആഴ്ച. അതെന്താ അതിനകത്ത് കേറ്റാത്തെന്താ വിനീത്? കേറ്റാത്തത് എനിക്ക് അല്ല, ഒന്നിലും കയറ്റി നമ്മൾ ഓടിച്ചു കൊടുത്തല്ലോ. അത് മതി, നമ്മളെല്ലാം നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ തിര പോലൊരു അതൊരു സ്റ്റാൻഡേർഡ് സിനിമയാണ്. ഒരു കമേഴ്സ്യൽ ആസ്പെക്ട് ഒന്നും അധികം നോക്കാതെ ഉണ്ടാവും തോന്നുന്നില്ല. ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങള്. നിങ്ങൾ പ്രതീക്ഷിക്കും. ഇതിലെന്തോ കുത്തി പറയുന്ന പോലെ ഇല്ലേ? അല്ല, പുള്ളി അത് വളരെ, കാരണം പുള്ളി ഇത്രയും ഗ്യാപ്പ് ഇട്ടാണ് സാധാരണ സിനിമ ചെയ്യാറ്. ഇത് ധ്യാനെ വിളിക്കാത്തോണ്ടല്ലേ? അല്ലല്ല, ഇത് നോബിളിന്റെ ആണ്, നോളാപ്പിന്റെ ആണ് കഥ, ഈ സബ്ജക്റ്റ്. പുള്ളി വർക്ക് ചെയ്തിട്ട് ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയും ഇത് എങ്ങനെ ഉണ്ടാവും അങ്ങനെ പുള്ളി വല്ലാതെ സിനിമ ചെയ്യാൻ വെച്ചിരുന്നതാ.
അപ്പോൾ ഇത് ഏട്ടന് ഇഷ്ടപ്പെട്ട് ഇത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടുപേരും തീരുമാനിച്ചങ്ങ് ചെയ്താൽ. പിന്നെ ജോമോൻ വരുന്നു, പഴയ ഷാനും എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നൊരു, പിന്നെ അവർ പെട്ടെന്ന് ഷൂട്ട് തീർത്തു. അവർ എനിക്കൊന്നൊരു 35-40 ഡേയ്സിനകത്ത് പടം പരിപാടി തീർത്തു. ജോർജിയയിലായിരുന്നു കൂടുതലും. പിന്നെ എനിക്ക് തോന്നുന്നു ഷിംല, മണാലി, ഹിമാചലിൽ കുറച്ച് ഷൂട്ട്. സുലൈഖ മനസ്സിൽ ശരിക്കും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വേഷമാണ്. ലുക്മാൻ്റെ ഈ പറയുന്ന തല്ലും കൂട്ടങ്ങളൊന്നും ഇല്ലാത്തൊരു പടമാണ്. ഇതിനകത്ത് അത്തരം ഒരു ക്യാരക്ടറാണോ ശരിക്കും ഉള്ളത്? ഇതിലുണ്ട് റൊമാൻസ്, റൊമാൻസ് ഉണ്ട്, എല്ലാവർക്കും റൊമാൻസ് ഉണ്ട്. ധ്യാനുണ്ട്. എനിക്ക് എന്ത് റൊമാൻസ് അല്ല, ഇതില് ലുക്മാൻ ഇച്ചിരി കൂടുതൽ റൊമാൻസ് ഇല്ലേ? കൂടുതലായി ഇവന്. അല്ല, റൊമാൻസേ ഉള്ളൂ ധ്യാൻ. അല്ല, ഇവനെല്ലാം റിയലാക്കി ചെയ്ത് കളയും, അതായത് ഇവന്റെ ഒരു പ്രശ്നം. ഇവനെ കൈ അല്ല, ആക്ച്വലി ഇതെന്താ വെച്ചാല് ഇതൊരു ഫൈറ്റ് പടം എന്ന് പറയുന്നത്, ഫൈറ്റ് പടം എന്നുള്ള ഒരു പടം നല്ലത് ഞാൻ പറഞ്ഞില്ല. ഇതൊരു ഭയങ്കര ഫാമിലി ഡ്രാമ, ഫാമിലി ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു പടം. അപ്പൊ റൊമാൻസ് ഉണ്ട്, പിന്നെ ഇമോഷൻസ്, എല്ലാ ഇമോഷൻസും സിനിമയാണ്. ഒപ്പം റൊമാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. റൊമാൻസ് ഉണ്ട് എന്നുള്ളത് ധ്യാൻ അതിലെന്തോ പറയാനില്ലേ? അത് കണ്ട് ഞാൻ ഞെട്ടി. ഇവന്റെ റൊമാൻസ് കണ്ട് ഞാൻ ഇല്ലാത്ത ദിവസമായിരുന്നു, ഞാൻ ഉണ്ടെങ്കിൽ അത് അനുവദിക്കൂലായിരുന്നു. ഇത് വീട്ടിൽ അനുവദിക്കില്ല. അത്രയ്ക്ക് അസൂയ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇവരുണ്ടോ അസൂയ? ആക്ഷൻ സ്റ്റാറിന്റെ പേര് മാറി ഇപ്പൊ റൊമാൻസ് സ്റ്റാർ ആവും ഈ സിനിമയോടെ. ഓ, അങ്ങനെ ട്രോൾ വരാനും സാധ്യതയുണ്ട്. അതടിപൊളി. അങ്ങനെ വരികയാണെങ്കിൽ പറ്റും, നല്ല കാര്യമാണല്ലോ. നല്ല കാര്യമാണോ അങ്ങനെ? അതുപോലെ ലുക്മാൻ എല്ലാം വേണം. ലുക്മാൻ സുലൈഖ മനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ ആ റൊമാൻസ് കണ്ടിട്ട് ഭയങ്കര സന്തോഷിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിൽ ധ്യാൻ അസൂയ ഉണ്ടെങ്കിലും റൊമാൻസ് ഉണ്ട്. എനിക്ക് സുലേഖ മനസ്സിനേക്കാൾ കുറച്ചും കൂടി റൊമാൻസ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഞാൻ പോയിട്ട് ഡയറക്ടറെ ചീത്ത വിളിച്ചില്ലേ, ഈ പരിപാടി കാണിച്ചത് മോശമായി പോയി. അപ്പൊ ചേട്ടാ, കുറച്ചു കാലം ഈ വില്ലൻ വേഷങ്ങൾ ചെയ്തതിന് ശേഷം ക്യാരക്ടർ റോളുകൾ കിട്ടുന്ന സമയത്ത് ആക്സെപ്റ്റൻസ് കൂടുതലാണ്. അത് വില്ലന്മാർക്കെല്ലാം മലയാള സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ള വേഷങ്ങൾ എന്നുള്ള രീതിയിൽ അതിനെ കാണും. നമ്മളെല്ലാം നല്ല വേഷങ്ങളാണ്, പക്ഷേ ജനങ്ങളത് ആ ട്വിസ്റ്റും കൂടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് അംഗീകരിക്കും. പണ്ടത്തെ മുഖത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ കുറേ നല്ല റോൾസ് കിട്ടിയിട്ടുണ്ട്. പല പടങ്ങളിലും നമ്മളെ ഹൃദയത്തിനകത്ത് പോകുന്ന റോൾസ് കിട്ടുമ്പോൾ അത് കുറച്ച് രസമല്ലേ? തീർച്ചയായിട്ടും ഇതിൽ ഈ പറഞ്ഞ മാതിരി എല്ലാവിധ ഫീലിങ്സും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൊരു സിനിമയാണിത്. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള കണ്ടിട്ട് എല്ലാവരും തീരുമാനിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷവാനാണ് ഞാൻ അക്കാര്യത്തിൽ. കൂടുതലായിട്ട് പറയുന്നില്ല, അത് സിനിമ കണ്ടാൽ അറിയാം. വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഡയറക്ടറോട് പ്രത്യേകം നന്ദി പറയുകയാണ് ഞാൻ. വളരെ നല്ലൊരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇതിൽ ഭയങ്കര എനിക്കറിയില്ലത് പറയാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അബുക്കാടക്ക് ഭയങ്കര കുറേ ഇമോഷൻസ് ഒക്കെ ഉള്ള അബുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അബുക്കാനെ നമ്മളങ്ങനെ കാണാറില്ലല്ലോ, കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതാണ് അബുക്കാനൊക്കെ. പക്ഷെ അങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഞാനേ അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ സിനിമ കാണണം? ഇത് ലുക്മാന്റെ സിനിമയാണ്, അതുകൊണ്ട് കാണണം എന്നുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, കാണണോ? കാണണം. പിന്നെ കുഞ്ഞു സിനിമയാണ്, അപ്പം ചെറിയ അല്ല, കുഞ്ഞു ബഡ്ജറ്റ് അല്ല സിനിമയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അല്ല കുഞ്ഞു ബഡ്ജറ്റ് അല്ല ഞാൻ പറഞ്ഞ. പിന്നെ എങ്ങനെയാ കുഞ്ഞാണ്? സ്മോൾ ടൗണിൽ നടക്കുന്ന ഒരു ധ്യാനെ പോലെ വലിയ സ്റ്റാറുകളുണ്ട്. അല്ല, ഈ പറഞ്ഞ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. കാരണം തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താനുള്ളൊരു മെസ്സേജ് കൂടെ ഈ സിനിമയിലുണ്ട്. ഈ വള എന്ന് മാത്രമല്ല, അങ്ങനെ ചെറുത് വെറും വള എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിൽ, പക്ഷെ അതിന്റെ ക്യാൻവാസ് വലുത്. ഇൻ ദ സെൻസ് അതിന്റെ ബാക്ക് സ്റ്റോറിയും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വളവളാന്ന് പറയാനല്ല. അല്ല കുട്ടേട്ടൻ്റെ ഒക്കെ സീക്വൻസ്, ശാന്തികൃഷ്ണ അവരുടെ സീക്വൻസ് ഒക്കെ വളരെ വേറൊരു തലത്തിൽ തന്നെയാണത്. അപ്പം ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വേറിട്ട് പെറുക്കി അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സിനിമ മോശം ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന് വിജയം കാണുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ് കോൺഫിഡൻസ്. അതന്നെ ബുക്ക് അല്ല, അത് പറ്റില്ല. ഞങ്ങളെ ഞങ്ങൾക്ക് പിന്നെ ട്രോളാൻ പറ്റുള്ളൂ. ഇത് അല്ലല്ല അങ്ങനെയല്ല, നമ്മുടെ സിനിമ നമുക്ക് പ്രിയപ്പെട്ടതാണല്ലോ. അതുപോലെ ഇവിടെ നമുക്ക് എല്ലാവർക്കും സിനിമ പ്രിയപ്പെട്ടതാണ്. അപ്പം ഇത് ഇനി കണ്ട് തീരുമാനിക്കുക എന്നുള്ളതാണല്ലോ. ചെറിയൊരു നേരത്തെ പറഞ്ഞൊരു ഇതുപോലത്തെ ചെറിയൊരു ഒരു എലമെന്റ് അല്ലെങ്കിൽ ചെറിയൊരു സംഭവത്തിൽ നിന്നുണ്ടാവുന്ന ഒരു കഥയാണ്. അത്തരം കഥകൾ എന്ന് പറയേണ്ട ഇത് മുന്നേടുത്ത സിനിമകളെല്ലാം തന്നെ ഇങ്ങനത്തെ കഥകൾക്കൊക്കെ ഒരു നെക്സ്റ്റ് എന്ത്, അടുത്തത് എന്ത് എന്ന് പറയുന്ന ഒരു
നേരത്തെ ഫാമിലി ഡ്രാമയാണ് അപ്പുറം തന്നെ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്. ആ എലമെൻ്റ് ഉണ്ട് ത്രൂ ഔട്ട് ദ സിനിമ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രില്ലറല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഭയങ്കര സ്ട്രോങ് ഇമോഷൻസും ഈ സ്ട്രോങ് ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്നതിന് ഒപ്പുറം തന്നെ വാട്ട് ഈസ് നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു ആ ക്യൂരിയോസിറ്റി ത്രൂ ഔട്ട് ദ ഫിലിം ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു സിനിമയായിരിക്കും ഓവറോൾ മ്യൂസിക്. ഓക്കെ, വിത്ത് മ്യൂസിക്. ഓക്കെ, അടിപൊളി. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഞാൻ സിനിമ എന്തായാലും FTFS കാണും. നിങ്ങൾ തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഗോവിന്ദ് എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്, അത്രയും രസമായിട്ട് പടം ആസ്വദിച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഗോവിന്ദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധ്യാനും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും പടം തിയേറ്ററിൽ കാണണം. അപ്പോൾ നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു.